ഹലോ ഗായ്സ്, എന്തെല്ലാം സുഖല്ലേ? പിന്നെ എന്തല്ല അതിന്റെ ഭാഷയാണ്. എന്തെല്ലാം സുഖല്ലേ? അപ്പൊ നാട്ടില് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നല്ല മഴയാണ്, ഞങ്ങളിപ്പോ നാട്ടിലുണ്ട്. അപ്പോ അതിന്റെ കുറച്ച് തുമ്മലും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണ്, അതൊക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ നിങ്ങൾ എല്ലാവരും കുറച്ച് വീഡിയോസിലായിട്ട് താഴെ ചോദിച്ചിരുന്നു ഐഷ എവിടെയെന്ന്. ഐഷ ഞാൻ വന്ന് കഴിഞ്ഞ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഐഷ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തത്, നാട്ടിലോട്ട്. റഷ്യന്ന് കൊച്ചിയിലോട്ട് പോയത്. എന്നിട്ട് പിന്നെ അവൾക്ക് ഉണ്ടാവുമല്ലോ മമ്മി ഡാഡി പിന്നെ കുടുംബക്കാർ. അപ്പൊ അവളൊരു 4 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അവള് നേരെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ട് വരുന്നുണ്ടായില്ല, ഞാൻ വലിച്ചു കൊണ്ടുവന്നതാണ്. ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി പോലെ. കാരണം കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സിംഗു പറയുന്നതും പൂർണ്ണമാണ്, ഞാൻ പറഞ്ഞു കൊടുക്കാം. സോ ഗൈസ്, ആയിഷന്റെ വീട് ആലപ്പുഴയാണ്. വേണ്ട, ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. ആയിഷന്റെ വീട് ആലപ്പുഴയാണ്. അപ്പൊ ഇവർക്ക് ഇനി, അതായത് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാലും ഒഫീഷ്യലി ഡോക്ടേഴ്സ് ആയാലും ഇന്ത്യയിൽ വർക്ക് ചെയ്യാനുള്ള അധികാരമില്ല. അവർക്ക് ലൈസൻസ് ഇല്ല. അതന്നെ പറഞ്ഞ അധികാരമില്ല. ലൈസൻസ് കിട്ടിയാൽ മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഇപ്പം നമ്മളിപ്പം ഇവിടെ വണ്ടി ഓടിക്കുന്നു, പിന്നെ ദുബായിൽ പോയിട്ട് അവിടെ വണ്ടി ഓടിക്കണേ അവിടുത്തെ ലൈസൻസ് വേണ്ടേ, അതുപോലെ തന്നെ ഇവിടെ അവർക്ക് ലൈസൻസ് വേണം. അപ്പോൾ ഇവർക്ക് FMG എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ആ എക്സാം ഈ വരുന്ന ഡിസംബറിലാണ് വരുന്നത്, അല്ലെങ്കിൽ ജനുവരി. അത് സർക്കാർ അതന്നെ, സർക്കാർ എപ്പോഴാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു ടൈമിൽ. ഓക്കെ, 1 മന്ത് പീരിയഡിലാണ് ഇവര് ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ഡിസംബറിലാണ് എക്സാം. ഡിസംബറിൽ നമുക്കൊന്ന് അപ്രോക്സിമേറ്റ് പറയാൻ പറ്റുള്ളൂ, ഡേറ്റ് എത്രയാണെന്നൊന്നും പറയാൻ പറ്റില്ല. മേ ബി ഡിസംബർ ആവും, പിന്നെ നമ്മളുടെ ഗവൺമെന്റ് ആണ് ജനുവരി ആവും. ഓക്കെ, അപ്പം ആ ഒരു എക്സാമിന് ഇവർക്ക് പഠിക്കണം. അപ്പൊ ഇവർ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ നല്ല തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആയിഷന്റെ ഫാമിലിയൊക്കെ എങ്ങോട്ട് വരുന്നുണ്ട്. ഫാമിലി വന്നെന്ന് വെച്ചാല് ഓള് ഇങ്ങനെ കൊണ്ടാക്കാനും, പിന്നെ അധികം അവരൊപ്പം കിട്ടിയിട്ടില്ലല്ലോ, അപ്പൊ ഇങ്ങനെ കൊണ്ടാക്കാനാണ്. ഫുള്ള് പറഞ്ഞില്ല, വീണ്ടും ഈ ശിങ്കു ഫുള്ള് പറയില്ല. ആയിഷന്റെ ഫാമിലിയും വരുന്നുണ്ട്. ആയിഷ ഇവിടെ നിക്കാൻ വരികയാണ്, അത് കൂടി പറയണം. സ്ഥിരമായിട്ട് നിക്കാൻ വരികയാണ്. അവളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നു. അങ്ങനെ പറയൂ, കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്, വരികയാണ്. അപ്പൊ വരുന്നത് ആരൊക്കെയെന്ന് വെച്ചാല് ആയിഷന്റെ മമ്മി, ഡാഡി, അനിയത്തി. ഇക്കാക്കാക്ക് വരാൻ പറ്റില്ല കേട്ടോ. ഇക്കാക്ക മീൻസ് ഐഷ്യം വേറെ. ഐഷ്യന്റെ ഉമ്മാക്ക് 3 മക്കളാണ്. പിന്നെ ഐഷ്യം ഇക്കാക്കാന്ന് പറഞ്ഞില്ലേ, 7 മിനിറ്റ് അവൻ നേരത്തെ വന്ന്, ട്വിൻസ് ആണ് നേരത്തെ വന്ന്. അങ്ങനെ 7 മിനിറ്റ് ഉണ്ട് ഇക്കാക്ക് റാഫി. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു വരട്ടെ, എന്നിട്ട് നമുക്ക് ശരിക്കും ഈ വീഡിയോ എടുക്കുന്ന അവർ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് പിന്നെ ഇനിയുള്ള ട്രിപ്പ് എന്ന് വെച്ചാല് ഞാൻ വീട്ടില് നിന്നിരുന്നു ഇവർക്ക് സെറ്റാക്കിയതൊക്കെ എന്റെ ഉമ്മയാണെങ്കിലും ഒന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട്, അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മയായിരുന്നു എല്ലാം ചെയ്ത ഉമ്മയായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാം. അതായത് അവര് വന്നു, അവരിവിടെ കയറിയിരുന്ന് അതിന്റെ വീഡിയോസ് ഇനി വരും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴിക്കോട് പോയി. ഇന്നലെ കൊണ്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം ഇവരെല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി. അതിനുശേഷം ആ ഡ്രസ്സ് എടുക്കാൻ പോയതിന് വീഡിയോസ് ഒന്നുമില്ല. എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രസ്സ് എടുത്ത് വന്നതിന് ശേഷമുള്ള വീഡിയോസ്. കുറച്ച് ക്ലിപ്പുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇവരിങ്ങനെ വന്ന പാടെ ഇങ്ങനെ നമ്മളെ വീഡിയോ കാണിച്ച് മോഷിപ്പിക്കാൻ പാടില്ല. അപ്പൊ കുറച്ച് അത് ഇവർക്ക് വീഡിയോയിൽ വരാൻ അങ്ങനത്തെ ഇഷ്ടക്കുറവൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ക്യാമറയായിട്ട് ഇങ്ങനെ ആക്കണ്ടല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ക്ലിപ്പ് എന്നാ നിങ്ങൾക്ക് അത് എത്തിക്കുകയും. ഐഷ എന്തേന്ന് ചോദിച്ചോരിക്കാൻ ഐഷനെ മിസ് ചെയ്യണോ? അവര് വന്നു. പക്ഷെ ആരോ വന്ന്, ഐഷ വന്നു. ഐഷ വന്നു. ദേ, അങ്ങനെ നമ്മളെ കാത്തിരുന്ന എല്ലാവരും മിസ് ചെയ്ത വീഡിയോയില് ഐഷുമ്മ വന്നു. എന്തൊക്കെയോ മാറ്റോ അതങ്ങനെ എന്തോ ഗായ്സ് ഒന്ന് നോക്ക്, എന്തോ ഒരു പുതിയ മാറ്റങ്ങൾ സംഭവിച്ചു. നോക്ക്, വലുതുകാല് വെച്ച് കേറിക്കോ. ഇപ്പൊ തുടങ്ങിയതാ, ഇന്ന് വെളുപ്പിന് തുടങ്ങിയ മഴ തുടങ്ങിയിട്ടുള്ളു. അല്ലോ ഉമ്മ കയറ് കമോൺ. ഉമ്മ ഇതാ എല്ലാവരും, ഇതാണ് ഐഷുമ്മാന്റെ ഉമ്മ.
ഇത് വാപ്പ സബ്സ്ക്രൈബേഴ്സിന് വാ. ഇതാണ് അനിയത്തി. കമോൺ കേറിക്കും വാ. എന്നാലും എന്തോ മാറ്റങ്ങളുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറച്ചു ദിവസമായിട്ടുള്ള കാണാണ്ടിരുന്നിട്ട് മാറ്റങ്ങള്. ഇത് നിന്റെതാണോ? ഇത് നൈഷിന്റെ അനിയത്തി, ഒരേ ഒരു അനിയത്തി ആസിയ. വാ. ഇത് വാപ്പ. ഇരുന്ന് സംസാരിക്കും. അങ്ങനെ ഐഷ എത്തി. എല്ലാരും പറഞ്ഞു മിസ് ചെയ്യുന്നു. ആരാ പറഞ്ഞേ? സബ്സ്ക്രൈബേഴ്സ്. ഐഷ ഞാൻ പറഞ്ഞേ അവൾക്ക് നാട്ടിൽ പോണല്ലോ. അതെ, ഞാൻ ആകെ 4 ദിവസം വീട്ടിൽ നിന്നുള്ളൂ. വീട്ടിൽ നിന്ന് വേഗം വന്നു. എന്താ പറയാ, മോള് ഡോക്ടറായിട്ട് എന്താ പറയാ മിസ് ചെയ്ത മോള് ഡോക്ടറായിട്ട് അഭിമാനം. പിന്നെ ഇത് വേറെ അനിയത്തി ഐശ്വര്യ പോലെ മാറ്റി. അതില് മോൻ വന്നിട്ടില്ല. മോന് ലീവ് ഇല്ലാത്തത് കൊണ്ട് മോൻ വന്നിട്ടില്ല. മുഹമ്മദ് റാഫി മോൻ എറണാകുളം ഫിലിം സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഷിൻഷിദാടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അത് കാരണം അന്നേരം അമ്മായിപ്പന് സുഖമില്ലാതായത് കാരണം വരാൻ പറ്റിയില്ല. അപ്പൊ ആ കേട് തീർത്ത് ഞങ്ങൾ ഇപ്പം വന്നതാണ്. ഗ്രാജുവേഷൻ ഒന്നും വരാൻ പറ്റിയില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഇവർക്ക് വേണ്ടി എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളെല്ലാം. പക്ഷെ ഇവർക്കുണ്ടല്ലോ കുറച്ച് ദിവസം കാണാണ്ടിരിക്കും. അതെല്ലാം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഓ യാസിനിക്കൊക്കെ വേറെ ആരെയും പോലെ നല്ല മാറ്റം. ഉമ്മക്കത് പറ്റുമോ? ഉമ്മല് പറഞ്ഞ പോകുമ്പോ കൈയൊക്കെ എടുക്കണം. പിന്നെ ഇവിടെ നോക്കുമ്പോ അങ്ങനെ ഫൈനലി ഞങ്ങള് ഒരു ട്രിപ്പ് പോയി. ഗേൾസ് ട്രിപ്പ് പോയി. ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു. ഭാഗ്യം വിളിച്ചു അപ്പൊ ഞാൻ എടുത്ത കാണിച്ചത്. ഇത് ഐശ്വര്യ മക്കളുടെ നോക്ക്, നല്ല ഓഫർ ഉണ്ട്. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഉമ്മാടെ. ഇത് ഓഫർ അല്ലാണ്ട് എടുത്ത് വേണമെങ്കിൽ മാറ്റി ഇതിന് 2 കോടി 900. അപ്പൊ അതാ പറ. ഇല്ല, ഇത് എടുത്ത് താഴെ വന്നപ്പോഴാണ് ഓഫർ ഉണ്ട്. ഇത് ഐഷ എടുത്തു. അതിനെത്രയാ? ഇതിനോ ആണോ? ഞാൻ താഴെ ഇതെടുത്ത് അതിന് താഴെ വന്നപ്പോഴാണ് ഓഫർ. 3 മാക്സി ഇതിനൊക്കെ 100 റുപ്യ ഉള്ളൂ. എനിക്ക് അറിയൂലല്ലോ എന്റെ വിചാരം. ശിങ്കുനെ കാണിച്ചു കൊടുത്തിന്. ഞാൻ ആദ്യം ഇനി ശ്രദ്ധിച്ചോളാം. ഇനി കുഴപ്പമില്ല, അറിയൂലല്ലോ ആദ്യം. പിന്നെ ഞങ്ങള് ഇന്റത് ഞാനല്ല, ഒക്കെ അവളാ. അത് ഇവൾക്ക് ഭയങ്കര സ്കില്ലാട്ടോ. അത് വീഡിയോ എടുക്കാൻ ഇതുവരെ ഐഷയാണ് എടുത്തു തന്നത്. അതിനുള്ളിൽ കയറിയിട്ട് പക്ഷെ നല്ല ഇത്ര ഇട്ടിട്ട് കുറച്ച് ഇത് ഐസിയുടെ അല്ല ഉപ്പാക്കൊന്നുമില്ലേ? ഇത് പറച്ചിലേ ഉള്ളോണ്ടില്ലേ? ഇപ്പൊ കണ്ടില്ലേ? നാളത്തെ നാളെ ഇന്നത്തെ കാര്യം ചോദിച്ചേന്. ഈ ബടായി മാത്രമേ ഉള്ളൂ.
സത്യം പെണ്ണുങ്ങളെ മാത്രമല്ല ചെക്കന്മാരെ ഞാൻ വെറുതെ പറഞ്ഞു എനിക്ക് ഇഷ്ടം പോലെ ഇതാ സമയം അത് ആ വീട്ടുമ്പോ കാണിച്ചാൽ മതി. ശിങ്കുനുണ്ട് പാവാട, അപ്പൊ നമുക്ക് മാക്സിമം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പാവാട. സെറ്റല്ലേ? ഇനി നമുക്ക് കിച്ചൺ കാണിക്കാം. ഇവര് നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ല, 2:30 മണിയെ നമ്മളെ കാത്തിരിക്കുക. ഫുഡ് കൊടുക്കുകയും ഇത് ഒരുമിച്ച് ഒരേപോലെ ഇടാനൊക്കെ ഉപ്പച്ചി വിശന്നോ? ഇത് നമ്മൾ ഒരുപോലെ ഇടാൻ ശിങ്കുനാണ്. ഐസിന്റെ ഇട്ടോക്കിയ ഐസിന്റെ ഡ്രസ്സൊക്കെ നോക്ക്. അവനെടുത്ത് വെച്ച് ഐസിന്റെ ഡ്രസ്സിന്റെ അവിടേക്കില്ലേ അടുക്കാൻ പറ്റൂല എന്റെ പുന്നി. എന്നിട്ട് ഞാൻ ആ സെയിൽസ്മാനോട് പറഞ്ഞിട്ട് അയ്യോ എനിക്കത് കേറൂല, എനിക്ക് വേറെ പാവാടകളുണ്ട്, എനിക്കിപ്പോ വയറുള്ളതുകൊണ്ട് അത് കണ്ടില്ല. എന്നാലും ഞാൻ ഐസിനെ കൊണ്ടുപോയത് ഉപകാരം. എന്താന്നറിയോ, ഐസിയാണ് സ്റ്റെയർ കേസ് ഒക്കെ കാണിച്ചു തന്നെ നമുക്ക്. ഐസി സ്റ്റെയർ കേസ് ബില്ലടിക്കണത് എല്ലാം കാണിച്ചു. ഐസി ഒന്ന് ഇട്ട് വെക്കാം. ഐസിന്റെ ഭാഗത്തില്ലേ ഉമ്മ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനത്തെ. ഉമ്മാനെയും കൊണ്ട് പോവേനും എന്റെ ഉണ്ട്. അതിന് മാറ്റാം. ഉമ്മാടി ഈ 2 മാക്സി മാറ്റിയെടുക്കാം. കാരണം ഇത് ഇത് ഓഫറല്ല, അത് മാറ്റാം. ഇത് ഓഫറല്ല, അത് മാറ്റാം. അതിന് വേറെ വല്ല 900 രൂപയുടെ അത് നോക്ക്. 900 വേണോ നോക്ക്. എന്തേ അതെന്താണത്? അപ്പൊ ഉമ്മന്ന് പോയിട്ടെന്നാ പക്ഷേ ഇല്ല ഉമ്മ എക്സൽ ആണെങ്കിൽ അവിടെ ഇഷ്ടംമാരി ഉണ്ട്. ഞാൻ വിചാരിച്ച അതായിരിക്കൂലെന്ന്. ഞാൻ എനിക്ക് പേടി, കാരണം ഇത് റിട്ടേൺ ഇനി ഇവള് പറഞ്ഞോണ്ട് ഓക്കെ എന്നാ ഒരെണ്ണം കൊണ്ടുപോയി നോക്കാം. കൈ ഉമ്മ കൈ സംഭവം ഇന്ന് കാലത്ത് മുതലേ അവിടെ ഓഫർ ഉണ്ട്. നല്ല ഉമ്മച്ചിയൊക്കെ നമ്മൾ എത്തുമ്പോ പാക്ക് ചെയ്ത് പോയി. അവരൊക്കെ മഴയായി. ഇനി മതി. ഞാൻ ചോറിനും ഇവിടെ ഫുഡ് കഴിക്കാനിരുന്നു. ഐസിയാണ് നമ്മുടെ കാരണം. കോഫി ചിക്കൻ പൊരിച്ചത് എല്ലാം ഉണ്ട്. ഇത് ഇവിടുത്തെ വീട്ടുകാരി ഉള്ള മഴ. ഇനി ബാക്കി ഇവര് കഴിച്ചിട്ട് ആരോട് അല്ലോ കൊറേ ഇട്ട് ഡൈറ്റാ അതൊന്നല്ല. അതിന് 2ാമത് ഇടും, അത് വേറെ കാര്യം. ഇപ്പൊ വരും, ചൂടുവെള്ളം വരും. ഞാൻ വാപ്പയെ പോയിട്ടോ. അപ്പൊ ആയിഷ മേലെ കയറിയിട്ടുണ്ട്. അതെ ഇതെന്തമ്മ ഒരു കൊണ്ടുവന്നാലേ അവര് കൊണ്ടുവന്നതാണ്. കുറേ വറവുകളും ചക്കപ്പൊരി, പൂളപ്പൊരി. ഉമ്മ എവിടെ പോണു? അപ്പൊ അവിടെ വെക്കാനാ? ഉമ്മ അവിടെ വെക്കണമെന്നല്ലോ. ഒന്നുമില്ല, ഇങ്ങനെ കാണിക്കും. വലിയ ചക്കപ്പൊരി, കൊക്കുവട. ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ടെന്ന്. നിങ്ങളവിടെ ഓലവടാന്ന് അറിയാ? നമ്മളവിടെ കൊക്കുവട എന്നാ പറയാ.
മിച്ചർ ചിപ്സ്. ഇതെന്താ പൊട്ടിയപ്പോ? ഇത് പൂളപ്പൊരി. ഇതെല്ലാം മുളപ്പൊരി. അത് എരിവുള്ള വേർഷൻ. ചക്ക അല്ലേ? ചക്ക ഇനിയുണ്ട്. ഇനിയെന്താ? ഇനിയും ഉണ്ടോ? ഇനി എന്താ ഇതെന്തത്? കൊറേ കൊണ്ടുവന്നാല എന്താ? വല്ലോ പാവം മക്കളെ. മറ്റേ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ്. സോ ഗൈസ്, വീഡിയോ എൻ്റെ പരിപാടി എൻ്റെതാണ്. അപ്പം പിറ്റേ ദിവസം രാവിലെ തന്നെ ഇതിപ്പോൾ ഇന്ന് വരുന്ന വീഡിയോ ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നതൊക്കെ. സോ ബാക്കി നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇനി മുതൽ ആഴ്ച ഇവിടെ ഉണ്ടാവും. ഇവരെ പഠിപ്പിക്കാൻ എടുത്തട്ടെ ബാക്കിയൊക്കെ ഫ്യൂച്ചർ.